അതേസമയം രാജ്ഭവനിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPI ആവശ്യം ഉന്നയിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ചു. CPI രാജ്യസഭാ കക്ഷി നേതാവ് P. സന്തോഷ് കുമാറാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ വിഷയത്തിൽ കുറെ കൂടി കടുത്ത നിലപാടാണ് CPIക്ക് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു. CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഇന്നലെ കുറെ കൂടി കടുത്തതായിരുന്നു. CPI നേതാക്കളാണ് പ്രതികരണത്തിൽ ഇപ്പോൾ രംഗത്ത് വരുന്നത്. കൃഷി വകുപ്പ് ഉൾപ്പെട്ട വിവാദമായതുകൊണ്ടാവാം. എങ്കിലും CPM-നേക്കാൾ കുറെ കൂടി കടുപ്പിച്ചു ഈ വിഷയത്തിൽ CPIക്ക് നിലപാടുണ്ടല്ലേ? വിജയകുമാർ, രാജ്ഭവനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും സംഘപരിവാറിൻ്റെ ഒരു കൂടാരമാക്കി മാറ്റുന്ന വിഷയത്തിൽ CPI നേരത്തെ മുതൽ തന്നെ കർശനമായ നിലപാടെടുത്തു വരുന്ന പാർട്ടിയാണ്. രാജ്ഭവനിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയുടെ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചപ്പോഴും ഏറ്റവും ശക്തമായ രംഗത്ത് വന്നത് CPI ആയിരുന്നു. അതിന് പിന്നാലെയാണ് പരിസ്ഥിതിനാഘോഷ പരിപാടിയുടെ ഭാഗമായി ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന നിഷ്കർഷ രാജ്ഭവൻ മുന്നോട്ട് വെച്ചത്. അതിനെ ശക്തമായി എതിർത്ത് CPIയുടെ മന്ത്രി P. പ്രസാദ് രംഗത്ത് വന്നു. ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് CPI ഇപ്പോൾ ചെയ്യുന്നത്. രാഷ്ട്രപതി ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുന്നു, ഭരണഘടനയ്ക്ക് അതീതമായി പ്രവർത്തിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്നാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഭരണഘടനയ്ക്ക് അതീതമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ CPI നേതാവും രാജ്യസഭാ കക്ഷി നേതാവുമായ P. സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എന്ന നടപടി ഇത് ആദ്യമല്ല ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന പ്രഖ്യാപനമാണ് CPI നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. CPI രാജ്യസഭാ കക്ഷി നേതാവ് P. സന്തോഷ് കുമാറാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.